ഈ കോന്നിയിലേക്ക് പോവുകയാണ്. കോന്നി സീറ്റിന് വേണ്ടി കടുംപിടുത്തം തുടരുകയാണ് UDF കൺവീനറായ അടൂർ പ്രകാശ്. സീറ്റിനായി ഹൈക്കമാൻഡിന് മേൽ സമ്മർദ്ദവും തുടരുന്നുണ്ട്. പട്ടികയിൽ തുല്യനീതി ഉറപ്പാക്കണമെന്നാണ് നിലപാട്. കോന്നിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു എന്നാണ് അടൂർ പ്രകാശ് തന്നെ പറയുന്നത്. സീറ്റ് കിട്ടാത്തതിൽ അണികൾക്ക് നിരാശയുണ്ടെന്നും അടൂർ പ്രകാശ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. പിന്നീട് ഈ ഫേസ്ബുക്ക് കുറിപ്പ് വലിയ വിവാദമായി. പിന്നാലെ അടൂർ പ്രകാശ് പിൻവലിക്കുകയും ചെയ്തു. ശ്രീരാജ് വിവരങ്ങളുമായി നമുക്കൊപ്പം പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീരാജ്, തുല്യനീതി ഉറപ്പാക്കണമെന്നാണ് അടൂർ പ്രകാശിന്റെ ആവശ്യം. പക്ഷേ ഇതിപ്പം തുല്യനീതി ഉറപ്പാക്കണമെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സീറ്റ് കൊടുക്കണമല്ലോ. നിലവിലെ വാർത്തകളൊക്കെ അനുസരിച്ച്, വിവരങ്ങൾ അറിയുന്നതനുസരിച്ച് സുധാകരനും സീറ്റില്ല. സേതു, അതാണ് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് പാർട്ടി കടന്നു പോകുന്നത്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി തൊട്ടടുത്തെത്തി നിൽക്കുന്ന ഘട്ടത്തിലും അവർക്ക് ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായും പുറത്തുവിടുന്നതിൽ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് സുധാകരൻ്റെ കടുംപിടുത്തമായിരുന്നു. മറ്റൊന്ന് സുധാകരന് സീറ്റ് നൽകുന്നു എന്ന വാർത്ത വന്നതിന് പിന്നാലെയുള്ള അടൂർ പ്രകാശിൻ്റെ ശ്രമങ്ങളും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമെല്ലാം വരുന്നതിന് മുൻപ് തന്നെ കോന്നിയിൽ അടൂർ പ്രകാശ് മത്സരിക്കുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പാർട്ടി തീരുമാനം ഇത്തരത്തിൽ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നെത്തിയതോടെയായിരുന്നു അടൂർ പ്രകാശ് അടക്കമുള്ള ആളുകൾക്ക് വലിയ പ്രതിസന്ധി നേരിട്ടത്. ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ അടൂർ പ്രകാശ് ഏറെ ചർച്ചകൾക്ക് ശേഷം സീറ്റില്ല എന്നുറപ്പിച്ച ശേഷമായിരുന്നു ഫേസ്ബുക്കിൽ ഒരു വൈകാരിക പോസ്റ്റ് ഇട്ടത്. ഇത്തരത്തിൽ കോന്നിയിൽ നിന്നും ആറ്റിങ്ങലിലേക്ക് പാർട്ടി കോട്ടയിലേക്ക് പോയത് കോൺഗ്രസിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. ആ തീരുമാനം താൻ പൂർണ്ണമായും അംഗീകരിച്ചു. പക്ഷേ ഇപ്പോൾ സീറ്റ് ലഭിക്കുമെന്ന തരത്തിലും അല്ലെങ്കിൽ കോന്നി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുമുള്ള നിർദ്ദേശം പാർട്ടിയിൽ നിന്ന് തന്നെ ലഭിച്ചിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ സീറ്റില്ല. പക്ഷേ പാർട്ടി തീരുമാനത്തോടൊപ്പം അടിയുറച്ചു നിൽക്കും എന്ന തരത്തിലായിരുന്നു അല്പം വൈകാരികമായിട്ടുള്ള അടൂർ പ്രകാശിൻ്റെ പോസ്റ്റ്. ആ പോസ്റ്റ് ഇട്ട് ഏകദേശം അരമണിക്കൂറിൽ താഴെ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വാളിൽ അതുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ കോൺഗ്രസിൽ അല്ലെങ്കിൽ കണ്ണൂർ മണ്ഡലത്തിൽ K സുധാകരന് സീറ്റ് നൽകുമെന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. അദ്ദേഹം 12 മണിക്ക് വാർത്താ സമ്മേളനം വിളിക്കുമെന്ന തരത്തിലേക്ക് ആ ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ AK ആന്റണി അടക്കമുള്ള മുതിർന്ന ആളുകൾ വിഷയത്തിൽ ഇടപെടുകയും അതിനു പിന്നാലെ സുധാകരന് സീറ്റ് ലഭിക്കുമെന്ന വാർത്തകൾ വരുന്നു. തൊട്ടു പിന്നാലെ നേരത്തെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു അടൂർ പ്രകാശ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് പ്രവർത്തകരുടെ വികാരം അല്ലെങ്കിൽ പ്രവർത്തകരുടെ വികാരം കണക്കിലെടുത്താണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതെന്നും ഏതെങ്കിലും തരത്തിൽ ദുരുദ്ദേശം അതിനില്ലായിരുന്നുവെന്നും പക്ഷേ സതുദ്ദേശത്തോടു കൂടി ഇട്ട ആ പോസ്റ്റ് വിവാദമായതാണ് താൻ പിൻവലിക്കാൻ കാരണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശദീകരണം. പക്ഷേ സുധാകരന് അങ്ങനെ ഒരു ഇളവ് നൽകുകയാണെങ്കിൽ തുല്യനീതി തനിക്കും വേണമെന്ന തരത്തിൽ ഹൈക്കമാൻഡിൽ അടൂർ പ്രകാശ് സുധാകരന് സീറ്റ് കൊടുത്തേക്കും എന്ന വാർത്തയൊക്കെ വന്നതിന് പിന്നാലെ ജീവൻ വെച്ച അടൂർ പ്രകാശിന്റെ ക്യാമ്പ് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നുണ്ടോ? സേതു, അതായത് ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവരെല്ലാം വലിയ ആഹ്ലാദത്തിലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അടൂർ പ്രകാശ് കോന്നിയിലേക്ക് വരുമെന്നും മണ്ഡലം പിടിക്കാമെന്നുമുള്ള കണക്കുകൂട്ടലായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നത്, പ്രവർത്തകർക്കുണ്ടായിരുന്നത്. പക്ഷേ MP-മാർ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഉറങ്ങിയ ക്യാമ്പ് അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളെല്ലാം തന്നെ ഏറ്റവും ഒടുവിൽ ഒരു സടകുടഞ്ഞെണീക്കുന്ന ഒരു സ്ഥിതിയൊക്കെ കോന്നിയിൽ കാണാമായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സീറ്റില്ല എന്നറിഞ്ഞ ഘട്ടത്തിൽ വീണ്ടും പഴയ പോലെ അവർ ഒന്ന് പിൻവലിഞ്ഞു നിൽക്കുകയാണ്. കോന്നിയിൽ അടൂർ പ്രകാശ് വരുമെങ്കിൽ വലിയ മത്സരം കാഴ്ചവെക്കാമെന്ന് തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പ് കരുതുന്നത്, അടൂർ പ്രകാശുമായി അടുത്ത വൃത്തങ്ങൾ കാണുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ 10 വർഷമായി അടൂർ പ്രകാശ് കോന്നിയിലേക്ക് എത്താത്ത ഒരു സാഹചര്യത്തിൽ കോന്നിയിലേക്ക് വന്ന് കോൺഗ്രസ് പ്രവർത്തകരെ ഒന്ന് ഉണർത്താം എന്ന തരത്തിലുള്ള അവരുടെ പ്രതീക്ഷ കൂടിയാണ് മങ്ങുന്നത്. സേതു.